ഒരുങ്ങണോ? ഞാൻ കാരണം എന്തൊക്കെ സഹിക്കേണ്ടി വന്നു. അതൊന്നും സാരില്ല, കരയാതിരിക്കും. കരഞ്ഞാൽ കാണാൻ ഒരു ഭംഗിയില്ല. എന്താ രാമു? ഇന്നലെ നമ്മുടെ എഞ്ചിനീയർ സാറിന് ചെറിയൊരു അബദ്ധം പറ്റി. എന്താ രാമു? കാര്യമായിട്ടൊന്നുമില്ല. പുള്ളി ബാത്റൂമിൽ കാല് തന്നെ വീണു. ഞാൻ അറിഞ്ഞില്ലേ? കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇന്നലത്തെ നേരത്തെ പോയാൽ കൊള്ളാമെന്നുണ്ട്. ഓ, അതെന്താ? വെക്കുള്ളൂ, നാളെ നേരത്തെ വരണം. ഓ, ഓക്കെ. സാർ, എന്താ ദാമു? പണിസ്ഥലത്ത് സാറിനെ കണ്ടില്ല. ആ സംഭവം മാനസികമായി എന്നെ ആകെ ഒലിച്ചു കളഞ്ഞു. അതൊക്കെ മറന്നു കളയൂ സാർ. കോൺട്രാക്ടർ അറിഞ്ഞോ? ഇല്ല, ഞാൻ പറഞ്ഞത് ബാത്റൂമിൽ തന്നെ വേണമെന്നാണ്. അതേതായാലും നന്നായി. പിന്നെ നമ്മുടെ ജോലികളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ? ഉണ്ട്. ആ, സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏതായാലും ഇതൊന്നും മാറുന്നവരെ പുറത്തിറങ്ങി നടക്കാൻ പറ്റും. നാണക്കേടായിപ്പോയി. ഓ, അതൊന്നും സാരമാക്കാനില്ല. ഇനിയും അയാൾ എന്തെങ്കിലും കുഴപ്പത്തിന് വന്നാലോ എന്നാ പേടി. സാറ് പേടിക്കണ്ട. ഇനി എന്തെങ്കിലും പ്രശ്നം അവൻ ഉണ്ടാക്കിയാൽ കോൺട്രാക്ടറുടെ മകനാണെന്നൊന്നും ഞാൻ കരുതില്ല. പ്രശ്നം വഷളാവാൻ നോക്കണം. സാറ് ധൈര്യമായിട്ടിരുന്നോ, ഞങ്ങളൊക്കെ ഇല്ലേ? ആ, ദാമു ഇരിക്കുന്നില്ലേ? ഇല്ല സർ, പണി കഴിഞ്ഞിട്ട് കുളിച്ചില്ല. ഞാൻ പോട്ടെ. ആ, ശരി. ഞാനൊന്ന് പുറത്തോട്ട് പോവാണ്, വരാൽപ്പം വൈകും. ആ, ഞാൻ ഒരാളെ കാണാൻ പോവാണ്. നീ 14 നമ്പർ കള്ള് ഷാപ്പിലേക്ക് പോവല്ലേ? അച്ഛന് പറഞ്ഞ മനസ്സിലാവില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? ചാത്തമ്മേ, ചാത്തമ്മേ, ഈ മനുഷ്യൻ എന്നെ ഒരിടത്തിരിക്കാൻ സമ്മതിക്കില്ല. ഇങ്ങോട്ട് നോക്കിയേ, എനിക്ക് 2 രൂപ കടം തരണം. ഞാൻ അടുക്കളയെ നോട്ടടിച്ചോണ്ടിരിക്കുകയല്ലയോ? താ വന്നെ ഇങ്ങോട്ട്. ഞാൻ 2 രൂപയല്ലേ ചോദിച്ചുള്ളത്, നീ പിണങ്ങാതെ. കുടിച്ചു ബോധമില്ലാണ്ട് വരാനാ. കൊണ്ടുപോ. എല്ലാരും ചൊല്ലണേ, ഞാനും ചൊല്ലണേ. അളിയന്റെ വയറ്റിലെ കല്ലാടത്ത്, അളിയന്റെ വയറ്റിലെ കല്ലാടത്ത്. അളിയന്റെ മക്കളെ, ഈ 14 നമ്പർ ഷാപ്പിലേക്കുള്ള വഴിയതാടാ. ആ ബോർഡർ നിൽക്കുന്ന തെങ്ങോട്ട് മേലോട്ട് കയറി. അപ്പൊ കാണാം. തരിയെ നടക്കാൻ വേല, പിന്നെ മെറ്റും കൂടി ചെന്ന കിളവിന്റെ കേട്ടൊന്ന് കാണേണ്ടത് തന്നെ. മക്കളെ, 58 വർഷം വേണായി കിളവൻ കയറാൻ തുടങ്ങിട്ട്. ഇത് എന്നോട് തന്നെ വേണോ മക്കളെ? എങ്ങനെ ചിരിക്കാതിരിക്കും? അവിടെ കഴുക്കുണ്ട്, ഞാൻ പായ എടുത്തിടാം. നിന്റെ പായം വേണം, ഒരു കുന്തം വേണം. ഞങ്ങൾ ഇങ്ങനെ കിടന്നോളാം, അല്ലേ? എന്തിനാ ചേട്ടാ ഇങ്ങനെ കുടിപ്പിച്ച്? എടി വായു, അത് എന്റെ അളിയനെ എന്നെ കുടിപ്പിച്ചില്ല, എന്റെ അളിയനെ ഞാൻ കുടിപ്പിച്ചു. ലക്ഷണം കണ്ടിട്ട് അങ്ങനെയല്ല തോന്നിയത്. അളിയോ, കേട്ടോ അളിയ? അളിയന്റെ പെങ്ങള് പറഞ്ഞ കേട്ടാ? എന്റെ മാലു അതും പറയും, അതിനപ്പുറവും പറയും. വിട്ടളിയ, എന്റെ പെങ്ങള് കസ്തൂരിയില്ലേ, നിന്റെ വായു അത് അവളാണെങ്കിലും ഇത് തന്നെ പറയാൻ പോണത്. ഞാൻ കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, കൊണ്ടുവരട്ടെ? കൊണ്ടാണ്, കൊണ്ടാ കൊണ്ടാ. വരട്ടെ. സത്യേട്ടാ,
എന്റെ മാലിപ്പെണ്ണന്റെ ഗതികേട്. എന്റെ ഭയങ്കര കഷ്ടകാലം. നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമെന്നും ഇങ്ങനെ ഒരു ബന്ധമുണ്ടാവുമെന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എല്ലാം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആർക്കറിയാം. എവിടെ പോയതാന്നടി പാതിരാ നേരം വരെ? കൂട്ടുകാരിയുടെ വീട്ടിൽ പോയതാ. ഇത് എത്ര കേട്ടതാ? ഞാൻ ഒച്ച വെച്ച് ആളെ കൂട്ടുന്നതിന് മുമ്പ് പോകും. നീ ഒച്ച വച്ചാലും ഇല്ലെങ്കിലും നഷ്ടം നിനക്ക്. ഞാൻ ചോദിച്ചോളാം. ഇറക്കം ഇറക്കോണം. അല്ലയോ ദാ ഇതങ്ങടെ പിടിച്ചേ. ഞാൻ ഇതും തൂക്കിക്കൊണ്ട് വീട്ടിലോട്ട് ചെല്ലും. നമ്മുടെ കാരണവരുണ്ടല്ലോ, ഈ വേല ഒറ്റ അടിക്ക് അടിച്ച് കാലിയാക്കി കയ്യിൽ ഇങ്ങോട്ട് തരും. അത് ശരിയാ. അത് ശരിയല്ല. പിന്നെ ഓണത്തിന് നമ്മ മുഴു പട്ടിണിയാ. അതുകൊണ്ട് ഇവനെ ഭദ്രമായിട്ട് ഐശ്വര്യമായിട്ട് അകത്തോട്ട് കൊണ്ടുപോയിച്ച് ഞാൻ പോണു. വിശന്നിട്ട് ഉടലെ എടുത്തിട്ട് വയ്യ. അല്ല ഈ ഒരു കടീനല്ലേ ഞാൻ കയറ്റിക്കൊണ്ട് വന്നത്. പോയാട്ടെ. ഗുഡ് നൈറ്റ്. മാലു, 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 മാലൂടെ വന്നു. ഇല്ല, എന്റെ മാലുവിനെ കാണുന്നില്ല മാവ. എന്താണ് മോനെ നീ പറയുന്നത്? ഞങ്ങള് പട്ടണത്തിൽ പോയി വന്നപ്പോ അവളെ വീട്ടിൽ കണ്ടില്ല. നീ എല്ലായിടത്തും തിരക്കിയോ? ഞാനിനി അന്വേഷിക്കാത്ത സ്ഥലമില്ല. നമുക്ക് തിരക്കാം. ചാത്തമ്മേ, ഒരു ചൂട്ടിയായിട്ട് എടുത്തേ. ഇപ്പൊ കൊണ്ടുവരും. കണ്ടോ മോനെ? കണ്ടില്ല അമ്മേ. ക്ഷമിക്കുക കസ്തൂരി, അരുതാത്തത് സംഭവിച്ചു പോയി എന്ന് വിശ്വസിക്കൂ. ഞാൻ നിന്നെ ഒരിക്കലും ചതിക്കില്ല. ലീവ് തീരുന്നതിന് മുമ്പ് ഞാൻ പോവുകയാണ്. നീ കൂടി പോയാൽ ഇനിയും എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. ദാമു, ദാമു,
വിധി അങ്ങനെയായിരുന്നു ദാമു. ഇങ്ങനെ ദുഃഖിച്ചിരുന്നാൽ മരിച്ചവർ തിരിച്ചു വരുമോ? എന്റെ ജീവനായിരുന്നു എന്റെ പെണ്ണ്. അവൾക്ക് 3 വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിച്ചത്. അതിനുശേഷം അവളുടെ അച്ഛനും അമ്മയും എല്ലാം ഞാനായിരുന്നു സർ. എല്ലാം മറക്കാൻ ശ്രമിക്കുതാമോ. നാളെ മുതൽ ജോലിക്ക് വരും. അപ്പോൾ മനസ്സിന് ആശ്വാസം കിട്ടും. ദാമുവേട്ടൻ ഊണ് കഴിക്കാൻ വരാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ശരി, ഞാൻ പോട്ടെ. നമ്മുടെ കരീമിനെ കണ്ടിട്ട് കുറെ ആയല്ലോ. ആ അതറിഞ്ഞില്ലേ, അവൻ കടല് കിടന്ന്. ഇല്ലെങ്കിൽ 24 മണിക്കൂർ നേരവും എന്റെ കൂടെ കാണും. എന്റെ പ്രേമമൊക്കെ ഇങ്ങനെ അതൊക്കെ മുറ പോലെ നടക്കുന്നുണ്ട്. ഒരു ഇര കൊത്തിയിട്ട് ഒത്തിരി കാലമായി. നീ അവളെയും കൂട്ടിട്ട് വാ. അത് ആ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം അവിടെ. ചെലിപ്പോ പോയിട്ട് വാ. ഞാൻ ആ പൊളിഞ്ഞ ബംഗ്ലാവിൽ കാണും.